എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടായ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തായ്ലൻഡിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായ കോറൽ ഐലൻഡിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കോറൽ ഐലൻഡിൽ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരു ബോട്ട് എടുത്ത് വേണം നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഐലൻഡിലേക്ക് പോകാൻ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ലോ കോസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെറി എടുക്കുക എന്നുള്ളതാണ്. 30 തായ്ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ വൺ സൈഡിലേക്ക്. പക്ഷേ 1 മണിക്കൂറോളം സമയം എടുക്കും നമുക്ക് അവിടെ എത്താൻ. രണ്ടാമത്തെ ഓപ്ഷൻ സ്പീഡ് ബോട്ട് എന്നുള്ളതാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഐലൻഡിലെത്താം. പക്ഷേ ഇതിൻ്റെ റേറ്റ് മിനിമം 300 തായ്ഭാഗത്ത് മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 300 മുതൽ 600 തായ്ഭാഗത്ത് വരെയൊക്കെ ഇവർ റേറ്റ് പറയുന്നുണ്ട്. നമ്മുടെ ബാർഗൈനിങ് സ്കില്ല് വെച്ച് നമുക്ക് മാക്സിമം കുറച്ചെടുക്കാൻ പറ്റും. നമ്മുടെ അമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 750 രൂപ മുതൽ 1500 രൂപയോളം വരുന്നുണ്ട്. നമ്മൾ ഓഫ് സീസണിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സീസൺ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമുക്കൊരു 10 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ടേൺ ആയിട്ടുണ്ട്. നമ്മളിതേ ബോട്ടിൽ കയറാൻ പോവുകയാണ്. കോറൽ ഐലൻഡിലേക്കുള്ള ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് പോയി കഴിഞ്ഞാൽ മിഡ് പോയിന്റിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. പാരാസൈലിംഗ്, അണ്ടർ സീ വാക്ക്, സ്നോർക്കലിംഗ് ഇതുപോലുള്ള ആക്ടിവിറ്റീസാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട 2 അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൽ ഒന്നാമത്തതാണ് പാരാസൈലിംഗ്. 800 തായ്ഭാഗത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 2.5 കൊടുത്താൽ മതി. അതായത് 2400 രൂപയോളം നമുക്ക് ഇതിന് റേറ്റ് വരുന്നുണ്ട്. 15 മിനിറ്റാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ ടൈമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ് അണ്ടർ സീ വാക്ക്. അതാണ് നമ്മളിനി ട്രൈ ചെയ്യാൻ പോകുന്നത്. അണ്ടർ സീ വാക്ക് വേറൊരു പോയിന്റിലാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വീണ്ടും നമ്മളെ ബോട്ടിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അതിന്റെ ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കണം. 1600 തായ്ഭാഗത്താണ് ടിക്കറ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതല്ലാതെയും ജെറ്റ് സ്കൈ, സ്നോർക്കലിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കോംബോ റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 3500 തായ്ഭാഗത്തുണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും കൂടെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ് ചെയ്യാത്തവരെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അണ്ടർ സീ വാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു പോയിന്റിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മീനക്ക എന്നറിയുള്ള ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവർ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടർ സീ വാക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് സെഷനായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ താഴെ ഇറക്കുക. Listen carefully. Number 1, you have to go down from the right side corner. There is a stair. 4 step, 5 step you have to go down and you have to bring the water on your chest. And then bodyguard will put oxygen helmet. Okay? When you will get the helmet on your shoulder, free hand from stair. Free. And hold your helmet. Okay? Not like this. When you will free hand, you will fall down. No. Our bodyguards stay behind you. When you will free hand, our bodyguard catch you. They will take you down.
നമ്മളിപ്പോൾ അണ്ടർ സീ വാക്ക് കഴിഞ്ഞ് കോറൽ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ സീ വാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ആദ്യം കടലിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് ഭയങ്കര പ്രഷറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ചെവിയൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉള്ളിലിറങ്ങി ആ ഒരു ത്രില്ലിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിരുന്നു. കുറച്ച് ദൂരം നമുക്ക് ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ട്, അത് പിടിച്ച് പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് കോറലൊക്കെ കയ്യിൽ കിട്ടി. അപ്പോൾ കോറൽസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഐലൻഡിന് കോറൽ ഐലൻഡ് എന്ന് പേര് വന്ന തന്നെ. അപ്പോൾ മുന്നോട്ട് പോയി ഒരുപാട് തരത്തിലുള്ള മീനുകളൊക്കെ നമ്മൾ കണ്ടു. ലൈഫിൽ ഇതുവരെ കാണാത്തത്ര ഫിഷസ് നമ്മൾ കണ്ടു. അതിനൊക്കെ ഫീഡ് ചെയ്യാനും പറ്റി. അപ്പോൾ ടോട്ടലി ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിത്. നമ്മളിപ്പോൾ കോലാൻ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അതേ കോറൽ ഐലൻഡിൻ്റെ മറ്റൊരു പേരാണ് കോലാൻ ഐലൻഡ് എന്നുള്ളത്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കുറച്ചുകൂടെ കലങ്ങിയൊരു വെള്ളമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ആക്ടിവിറ്റീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജെറ്റ് സ്കീം, ബനാന റൈഡൊക്കെ നമ്മൾ കോറൽ ഐലൻഡിൽ വന്ന ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. വളരെ ഭംഗിയുള്ളൊരു ഐലൻഡാണ് കേട്ടോ ഇത്. നോക്കിയാൽ ഒരു സൈഡ് മലയും മറ്റൊരു സൈഡിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഇറങ്ങി മൊത്തത്തിൽ ഒന്ന് എൻജോയ് ചെയ്യാം. കടലിലൊക്കെ നല്ലപോലെ നീന്തി എൻജോയ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതിലെൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതുപോലെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ജ്യൂസും ഇളനീരും അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഫിഷാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫിഷസൊക്കെ ലൈവായിട്ട് കിട്ടും. ക്രാബും ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇവിടുത്തെ ആളുകളുടെ ഒരു മെയിൻ ഓക്യുപ്പേഷനും കൂടിയാണ് ഫിഷിംഗ് എന്നുള്ളത്. കോറൽ ഐലൻഡിൽ ഇത് മാത്രമല്ല, ആ കാണുന്ന മലയിലേക്ക് നമുക്ക് ബൈക്കോ സ്കൂട്ടറോ ഒക്കെ റെൻറ്റിനെടുത്ത് മേലേക്ക് പോകാൻ പറ്റും. മേലൊരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ 200 തായ് ബാത്താണ് 2 മണിക്കൂറത്തേക്ക് റെൻറ്റ് വരുന്നത്. അത് കാണണമെന്നുണ്ടെങ്കിലും മുകളിലേക്ക് പോകാം. അല്ലാത്തവർക്ക് ഇവിടെ ഇതുപോലെ ഒരുപാട് സൺ ലോഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നല്ലപോലെ റിലാക്സ് ചെയ്ത് ഇവരുടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കോറൽ ഐലൻഡിനോട് ഗുഡ് ബൈ പറയാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.